അകലക്കുന്നം പഞ്ചായത്തിൽ പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കെട്ടിടം പണിയുന്നതിൽ ഭരണകക്ഷി വേണ്ടത്ര താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അകലക്കുന്നം പഞ്ചായത്തിൽ 1 കോടി രൂപ നിർമ്മാണത്തിലോ പ്രതീക്ഷിക്കുന്ന പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം സ്തംഭിച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലുള്ള ഓഡിറ്റോറിയത്തിൽ ഓഫീസിന്റെ പ്രവർത്തനം തുടരണമെന്ന ആവശ്യം ഭരണകക്ഷി നിരസിച്ചതായും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കെട്ടിടത്തിനായി നിർമ്മിച്ച തൂണുകൾ നോക്കുകുത്തികളായി നിൽക്കുന്നു. തനത് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ലോകബാങ്ക് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം തേടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കേരള കോൺഗ്രസ് സഖ്യമാണ് പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്നത്. എന്നാൽ ഇതേ മുന്നണി ഭരണം നടത്തുന്ന സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ കണക്കു പറഞ്ഞു വാങ്ങുന്നതിന് ഭരണകക്ഷി പരാജയപ്പെട്ടതായും പ്രതിപക്ഷത്തിന് പരാതിയുണ്ട്. പ്രശ്നത്തിൽ ആശയപരമായി യോജിക്കുന്ന ഭരണകക്ഷി രാഷ്ട്രീയ കാരണങ്ങളാൽ വിയോജിക്കുകയാണെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് അനിൽകുമാർ അറിയിച്ചു. പഞ്ചായത്ത് കെട്ടിടം ഭാവിയിൽ 3 വർഷത്തെ 3 നിലയായിട്ട് വരുമ്പോൾ ഭാവിയിൽ ഉൾപ്പെടെ വരുവാണെങ്കിൽ ഇപ്പം നിലവിൽ വഴിക്ക് താഴെ വരണവും വഴിയുടെ ലെവലിൽ വരണവും നിലവിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ 1 കോടിക്ക് മുകളിലോ നിലവിൽ കണ്ടില്ല. എവിടുന്നേലും സംഘടിപ്പിക്കാം എന്നുള്ള ധാരണ ആൾ വിളിക്കുന്നതും ഈ പണി തുടങ്ങി വെച്ചിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ഫൗണ്ടേഷനിൽ എത്തി നിന്നുപോയി. ഇതും തന്നെ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇനി ഇത് തുടങ്ങി വെച്ചുകൊണ്ട് മുമ്പോട്ട് ഏതെങ്കിലും തരത്തിൽ ലോകബാങ്കിന്റെ സഹായമോ മറ്റ് സോഴ്സുകൾ, അതായത് MP, MLA, ജില്ലാ പഞ്ചായത്ത് അങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്ന് പണി പൂർത്തീകരിക്കണം എന്നൊരു താല്പര്യവും ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. വെന്നിമല ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ മാസം ആനക്കൊട്ടിലിന്റെ തൂണുകളിലൊന്ന് തകർന്ന് വീണിരുന്നു. കർക്കിടക വാവുബലിക്ക് മുമ്പായി ആനക്കൊട്ടിൽ താൽക്കാലികമായി ബലപ്പെടുത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസം 14-ാം തീയതിയാണ് വെണ്ണിമല ശ്രീ രാമലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആനക്കൊട്ടിലിന്റെ തൂണുകളിലൊന്ന് കനത്ത മഴയിൽ തകർന്നു വീണത്. മെയ് 15-ന് ക്ഷേത്രം സന്ദർശിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആനക്കൊട്ടിൽ നിർമ്മാണം പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾക്കും വിശ്വാസികൾക്കും ഉറപ്പു നൽകിയിരുന്നു. പുരാവസ്തു വകുപ്പ് ഡയറക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും PWD എഞ്ചിനീയറിംഗ് വിഭാഗവും സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി. തനിമ നിലനിർത്തി 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ബുധനാഴ്ച ആരംഭിച്ചു. ആഗസ്റ്റ് 6-ന് കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തുന്നതിനാൽ അതിനു മുൻപായി അടിയന്തരമായി ആനക്കൊട്ടിലിന്റെ തൂണുകൾ ബലപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുമാർ പറഞ്ഞു. വരുന്ന 6-ാം തീയതി ഇവിടെ കർക്കിടക വാവ് നടക്കുകയാണ്. ജനലക്ഷങ്ങളന്ന് ഈ ദേവനെ ദർശിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ തീർത്ഥക്കുളത്തിലെ പിതൃതർപ്പണം നടത്തുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അപകടാവസ്ഥയിലായിട്ടുള്ള ആനക്കൊട്ടില് അതിനെ എത്രയും വേഗം അടിയന്തരമായിട്ട് അതിന്റെ താൽക്കാലികമായിട്ടുള്ള ബലപ്പെടുത്തൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും പുരാവസ്തു വകുപ്പിൽ നിന്നുമുള്ള സംഘം ഇവിടെ അടിയന്തരമായിട്ട് ബലപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരും PWD അധികൃതരും സ്ഥലത്ത് എത്തിയിരുന്നു. രാത്രിയും പകലുമായി ജോലികൾ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, മണർകാട്. ഓണത്തെ വരവേൽക്കാൻ ഖാദി ഉൽപ്പന്നങ്ങളുമായി ഓണം ഖാദി ഫെസ്റ്റിന് ഓഗസ്റ്റ് 1 മുതൽ മല്ലപ്പള്ളി ഖാദി പ്ലാസയിൽ തുടക്കമാകും. വ്യാഴാഴ്ച രാവിലെ ആന്റണി MP ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ചാസ് പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജി തോമസ് ആദ്യ വിൽപ്പന നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മല്ലപ്പള്ളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഖാദി ഡയറക്ടർ ഫാദർ അനിൽ കരിപ്പിങ്ങാപ്പുറം, മാനേജർ ജോൺ സക്കറിയ, ജോജോ KC, വർഗീസ് വട്ടശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ കുറുങ്കുടി കണിയാമറ്റം റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് വാർഡ് മെമ്പർ K മധു അറിയിച്ചു. റോഡിന്റെ ടാറിംഗ് വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ പഴക്കം ചെന്ന റോഡുകളിലൊന്നാണ് കുറുങ്കുടി കണിയാമറ്റം റോഡ്. 2 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 1 കിലോമീറ്റർ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി. അവശേഷിക്കുന്ന 1 കിലോമീറ്റർ പൂർണ്ണമായും തകർന്നു. മഴക്കാലമായതോടെ റോഡിൽ ചെളി നിറഞ്ഞ് വാഹനയാത്രയും അസാധ്യമായി. ഓട്ടോറിക്ഷകൾ ഇതുവഴി ഓട്ടം വരാറില്ല. 2 വീലർ യാത്രയും ദുസ്സഹം. സ്കൂൾ വാഹനങ്ങൾ റൂട്ട് മാറിയാണ് സർവീസ് നടത്തുന്നത്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും ശ്രമകരമാണ്. റോഡിന്റെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 10-6 വർഷം പഴക്കമുള്ള റോഡാണിത്. ഇപ്പോൾ ഇതുപോലെ ചെള്ളയായിട്ട് കിടക്കുന്നു. നമുക്കിപ്പം കാൽനട യാത്രക്കാർക്കും വണ്ടിക്കാർക്കും ഇതിലെ പോകാൻ ബുദ്ധിമുട്ട്. നമ്മളൊരു ഓട്ടോ വിളിച്ചാൽ പോലും ഓട്ടോക്കാർ നമ്മൾ വരത്തില്ല. അതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇത്ര നാളുമായിട്ടും ഇത് ശരിയാക്കാൻ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. എന്നാൽ റോഡിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതായി വാർഡ് മെമ്പർ P മധു അറിയിച്ചു. 2 ലക്ഷം രൂപ MLA ഫണ്ടും 3.5 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടെ 5.5 ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും P മധു പറഞ്ഞു. കണിയാമറ്റം കുറുങ്കുടി റോഡിന്റെ വികസനത്തിന് വേണ്ടി ഡോക്ടർ ജയരാജ MLA യുടെ വികസന ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ
അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിഷ്യറി കമ്മിറ്റി ഇന്ന് 4 മണിക്ക് ചേരുകയാണ്. എത്രയും പെട്ടെന്ന് ആ പദ്ധതി പൂർത്തീകരിക്കും. കൂടാതെ 13-14 വർഷത്തിൽ 3.5 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി ബാക്കി ഭാഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് DPCയിൽ പാസ്സായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്. കരിങ്കൽ കെട്ടുപണിയിൽ വൈദഗ്ധ്യവുമായി ചിറക്കടവ് പരിയാരത്ത് രാധാകൃഷ്ണൻ ശ്രദ്ധേയനാകുന്നു. നാട്ടിൻ പുറങ്ങളിൽ നിന്ന് അന്യം നിന്നുപോകുന്ന ഈ തൊഴിൽ കഴിഞ്ഞ 20 വർഷമായി രാധാകൃഷ്ണൻ ചെയ്തുവരുന്നു. പണ്ട് നാട്ടിൻപുറങ്ങളിൽ ചിരപരിചിതരായിരുന്ന കരിങ്കൽ കെട്ട് പണിക്കാരെ ഇന്ന് അപൂർവമായിട്ടേ കാണാറുള്ളൂ. കാർഷിക വിളകൾ ഇല്ലാതായതോടെ പുരയിടങ്ങളിൽ കയ്യാല നിർമ്മാണവും ഇല്ലാതായി. റോഡുകൾക്കും തോടുകൾക്കുമുള്ള സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം കരിങ്കല്ലിൽ നിന്ന് കോൺക്രീറ്റിലേക്ക് വഴിമാറുകയും ചെയ്തു. എങ്കിലും ഈ മേഖലയിൽ കലാപരമായ വൈദഗ്ധ്യം തെളിയിച്ച് ചുരുക്കം ചില ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അതിലൊരാളാണ് ചിറക്കടവ് പരിയാരത്ത് രാധാകൃഷ്ണൻ. 20 വർഷമായി രാധാകൃഷ്ണൻ കരിങ്കൽ കെട്ട് ജോലി ചെയ്തുവരുന്നു. കരിങ്കല്ല് മുഖമടിച്ച് രൂപപ്പെടുത്തി ഇദ്ദേഹം കെട്ടുന്ന മതിലുകൾ കോൺക്രീറ്റ് മതിലുകളേക്കാൾ മനോഹരവും ഈടിറ്റതുമാണ്. ദിവസം 100 അടിയോളം കല്ല് കെട്ടുമ്പോൾ 1000 രൂപയോളം വരുമാനം ലഭിക്കുമെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഇപ്പം സാമാന്യം പണിയൊക്കെ ഉണ്ട്. ഈ മേസ്തിരിമാരൊന്നും ഇപ്പോൾ ഈ കരിങ്കല്ല് പണിയുന്നില്ല. അവരെല്ലാം ഈ കോൺക്രീറ്റ് വാർക്കുക. കൂടുതൽ ഇത് DR കെട്ടിക്കഴിഞ്ഞാൽ ഈ സിമെൻ്റൊന്നും ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് ഇതിനൊരു കാലകരണമില്ലല്ലോ. ഈ സിമെൻ്റൊക്കെ ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ സിമെൻറ്റിനൊക്കെ ഒരു പരിധിയില്ല. കരിങ്കല്ലിന്റെ ദൗർലഭ്യവും വില കൂടുതലും കാരണം ആൾക്കാർ കോൺക്രീറ്റ് കെട്ടിലേക്ക് മാറുന്നു. പണിയുടെ കാഠിന്യം മൂലം ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ആഴ്ചയിൽ 4 ദിവസത്തിൽ കൂടുതൽ പണിയെടുക്കാൻ കഴിയില്ലെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും ഈ തൊഴിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ മേഖലയിൽ ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. സർവശിക്ഷാ അഭിയാൻ കാഞ്ഞിരപ്പള്ളി BRCയുടെ ആഭിമുഖ്യത്തിൽ 2013-14 അധ്യയന വർഷത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികൾക്കായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. BRCയിൽ വ്യാഴാഴ്ച രാവിലെ 10 കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ഇലിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി PT ചാക്കോയുടെ 49ാം ചരമവാർഷികം വ്യാഴാഴ്ച ആചരിക്കും. കന്നുകുഴി സെന്റ് മേരീസ് പള്ളി പരീക്ഷാളിൽ രാവിലെ 10 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ജോസഫ് പുലിക്കുന്നേൽ മുഖ്യ അനുസ്മരണം നടത്തും. TJ ജോസഫ് തടത്തിലാങ്കൽ അധ്യക്ഷനായിരിക്കും. കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി യന്ത്രങ്ങൾ സ്വയം നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി കുരുവിള. കൃഷിപ്പണിയിലെ അധ്വാനഭാരം കുറയ്ക്കുന്ന യന്ത്രങ്ങളാണ് ഇദ്ദേഹം തന്റെ പണിപ്പുരയിൽ ഒരുക്കിയിരിക്കുന്നത്. കാർഷിക ജോലിയിൽ അധ്വാനഭാരം കുറയ്ക്കുന്നതിനുള്ള നിരവധി യന്ത്രങ്ങളാണ് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി കുരുവിള എന്ന അപ്പച്ചൻ തന്റെ പണിശാലയിൽ ഒരുക്കുന്നത്. റബ്ബർ മേഖലയിൽ ഉപയോഗിക്കാവുന്ന മൾട്ടി പർപ്പസർ ആണ് ഈ നിരയിലെ ഏറ്റവും പുതിയ യന്ത്രം. റബ്ബർ കുഴിയൊരുക്കുന്നതിനും മറ്റും ഉപയോഗിക്കാവുന്ന ഈ യന്ത്രം മറ്റു ജോലികൾക്കും ഉതകും. 3 അടി താഴ്ചയുള്ള കുഴികൾ വരെ ഈ യന്ത്രം ഉപയോഗിച്ച് കുഴിക്കാമെന്ന് കുരുവിള അവകാശപ്പെടുന്നു. കല്ലില്ലാത്ത ഏതു ഭാഗത്തും ഈ യന്ത്രം ഉപയോഗിച്ച് കുഴി കുഴിക്കുവാനും മണ്ണെടുക്കുവാനും സാധിക്കും. മാലിന്യങ്ങളും മറ്റും കോരിമാറ്റുന്നതിനുപയോഗിക്കുന്ന കോരിയും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടുവളപ്പിലെ മാലിന്യങ്ങൾ, കരിയില തുടങ്ങിയവ ആയാസരഹിതമായി നീക്കം ചെയ്യുന്നതിന് ഈ യന്ത്രം ഉപയോഗിക്കാം. റോഡരികിലും മറ്റും കൂട്ടിയിടുന്ന മാലിന്യങ്ങൾ കൈകൊണ്ട് വാരിയെടുക്കുന്നതിന് പകരം ഈ യന്ത്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ വാരി നീക്കാം. കളകളും കാടുകളും വെട്ടിമാറ്റാവുന്ന കളവെട്ടിയും ഇദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തമാണ്. എത്ര വലിയ കളകളാണെങ്കിലും നിമിഷനേരം കൊണ്ട് വെട്ടിമാറ്റാൻ സഹായിക്കുന്ന ഈ യന്ത്രം ഉപയോഗിക്കുന്നതിന് പ്രത്യേക വൈദഗ്ധ്യം ഒന്നും തന്നെ വേണ്ടതില്ല. കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ ഇന്ന് ആളെ ലഭിക്കാത്തതും അധ്വാനിക്കാനുള്ള മനുഷ്യന്റെ മടിയുമാണ് തന്നെ ഇത്തരം യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്ന് കുരുവിള പറയുന്നു. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുക, അതാണ് നമ്മളുടെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നമുക്ക് സ്വന്തം പണിയെടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. മാൻ പവർ കുറച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് ജോലി ചെയ്യണമെന്ന് തോന്നുമ്പോൾ എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അത്രയാണ് അതിനുള്ള ഗുണം. 250 രൂപ മുതൽ 800 രൂപ വരെ വില വരുന്ന ഈ യന്ത്രങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് കുരുവിള. യന്ത്രങ്ങൾക്ക് പേറ്റന്റ് ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കാഠിന്യമേറിയ ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉപകരണങ്ങളായതിനാൽ ഇവ ദീർഘകാലം ഈടുനിൽക്കുമെന്നും കുരുവിള പറയുന്നു. കോൺക്രീറ്റ് ജോലികൾ ആയാസരഹിതമാക്കുന്ന മിനി കോൺക്രീറ്റ് മെഷീന്റെ നിർമ്മാണത്തിലാണ് കുരുവിള ഇപ്പോൾ. വെറും 2 പേരുടെ സഹായത്തോടെ കെട്ടിടങ്ങളുടെ വാർക്കപ്പണികൾ നടത്താൻ കഴിയുന്ന പുതിയ യന്ത്രം ഉപയോഗിച്ച് അടുത്തു തന്നെ പുതിയ വീട് നിർമ്മിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം സുനിത് സുകുമാരൻ, ക്യാബിനറ്റ് ന്യൂസ്, പൊൻകുന്നം. കൂരോപ്പട എരുത്തുപുഴയിൽ പ്രദേശവാസികൾക്ക് ആശങ്കയും കൌതുകവും നടത്തി പഞ്ചായത്ത് പുറമ്പോക്കിലെ ആഞ്ഞിലിമരത്തിൽ കടവാവൽ കൂട്ടം താമസമാക്കി. പുതിയ താമസക്കാരെ കാണാൻ നിരവധി ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. കൂരോപ്പടയിലെ എരുത്തുപുഴയിൽ പ്രദേശവാസികളിൽ അത്ഭുതവും ഒപ്പം ആശങ്കയും പരത്തി കടവാവൽക്കൂട്ടം എത്തി. പുറമ്പോക്കിലെ ആഞ്ഞിലിമരമാണ് ഇവരുടെ ആവാസകേന്ദ്രം. കടവാവലുകൾ വർഷങ്ങളോളം ഒരേ മരത്തിൽ താമസിക്കും.
ചെറിയ തലയും വിശറി പോലെ വിടർന്ന ചിറകുമുള്ള ഇവ പകൽ സമയം മരത്തിൽ തൂങ്ങി നിൽക്കും. ഏത് ഘട്ടത്തിലും മരത്തിന്മേലുള്ള പിടി വിടാറില്ല. രാത്രിയിലാണ് ഇവരുടെ യാത്ര. കൂട്ടമായി മാത്രം താമസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന കടവാവലുകളെ കീഴ്പ്പെടുത്തുക എളുപ്പമല്ല. ഇവയെ ഇറച്ചിക്കായി ഉപയോഗിക്കുന്നതിനും നിയമപരമായ തടസ്സമുണ്ട്. ഇവരുടെ കലപില ശബ്ദം അസഹനീയമെങ്കിലും തങ്ങൾക്ക് ശീലമായി മാറിയതായി പ്രദേശവാസി പ്രസന്നകുമാർ പറഞ്ഞു. പകലുള്ള ഇതിൻ്റെ ശല്യമേ ഉള്ളൂ. പകല ശല്യം എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പ് അത് മാത്രമേ ഉള്ളൂ. അസഹനീയം എന്ന് പറഞ്ഞാൽ അസഹനീയമായി സ്ഥിരം കേൾക്കുന്നുണ്ട്, അസഹനീയമല്ല. അത് കാരണം കുഴപ്പമില്ല പോകുന്നു. പറക്കുന്ന സസ്തനി, പറക്കുന്ന കുറുക്കൻ എന്നീ പേരുകളിലും കടവാവലുകൾ അറിയപ്പെടുന്നു. വാഴയിൽ പരാഗണം നടത്തുന്നതും കടവാവലുകളാണ്. വൃക്ഷങ്ങളിൽ തലകീഴായാണ് ഇവരുടെ കിടപ്പ്. വാവലുകൾ കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കും. പൂർണ്ണ സസ്യഭുക്കായ കടവാവലുകളുടെ പ്രധാന ആഹാരം പഴച്ചാറുകളാണ്. അൾട്രാസോണിക് ശബ്ദത്തെ തിരിച്ചറിയുന്നതിനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. കടവാവലുകൾ സ്ഥിരമായി താമസിക്കുന്ന മരങ്ങൾ ഉണങ്ങി നശിക്കാറാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. BSNL കരാർ തൊഴിലാളികൾ ഓഗസ്റ്റ് 12 ആരംഭിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി നടന്ന ജില്ലാ സമരപ്രചാരണ വാഹനജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ മുണ്ടക്കയത്ത് നിന്ന് ആരംഭിച്ച ജാഥ ഉച്ചയോടെ പൊൻകുന്നത്തെത്തി. നിരവധി പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു. BSNL LCCL ജില്ലാ സെക്രട്ടറി PB സുരേഷ് കുമാറാണ് ജാഥ ക്യാപ്റ്റൻ. ആധാർ പേർ രജിസ്ട്രേഷൻ നടത്തി സ്ലിപ്പ് ലഭിക്കാത്തവർക്കും നഷ്ടപ്പെട്ടുപോയവർക്കും ആധാർ നമ്പർ ലഭ്യമായിട്ടുണ്ടോ എന്നറിയാൻ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ അക്ഷയ കേന്ദ്രം അസിസ്റ്റന്റ് കോർഡിനേറ്റർ അറിയിച്ചു. സ്ലിപ്പ് നഷ്ടപ്പെട്ടവർ പേര്, ജനനതീയതി, പിൻകോഡ്, വീട്ടുപേര് എന്നീ വിവരങ്ങൾ കൃത്യമായി അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടതാണ്. നമ്പർ പരിശോധിച്ച് എഴുതി ലഭിക്കാൻ ഫീസായി 5 രൂപ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരത്തിലെ റോഡുകൾ പാടെ തകർന്നു. റോഡുകളിൽ പൊടിശല്യം രൂക്ഷം. യാത്രക്കാർ നരകയാതനയിൽ. LDFന്റെ രാപകൽ സമരം വ്യാഴാഴ്ച സമാപിക്കും. മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് സർക്കാരിന്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് PK ശ്രീമതി. സഹകരണ സംഘങ്ങൾ കാർഷിക വായ്പ നൽകേണ്ടതില്ലെന്ന നബാർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. തീരുമാനം കാർഷിക മേഖലയെയും സഹകരണ മേഖലയെയും ഒരുപോലെ തകർക്കുമെന്ന് കർഷക സംഘടനകൾ. അതിക്രമങ്ങൾ ചെറുക്കാൻ സ്ത്രീകൾ കൂടുതൽ ശക്തിയാർജിക്കണമെന്ന് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടി സർക്കാർ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.